വട്ടവട മേഖലയിലെ വിവിധ റോഡുകളുടെ നവീകരണത്തിനായി തുക അനുവദിച്ചതായി അഡ്വക്കേറ്റ് എ രാജ എം.എൽ.എ. അറിയിച്ചു. വട്ടവടയെയും കാന്തല്ലൂരിനെയും ബന്ധിപ്പിക്കുന്ന റോഡിന് ഫണ്ട് അനുവദിക്കണമെന്ന ആവശ്യം മുമ്പ് മുന്നോട്ട് വച്ചിരുന്നതാണെന്നും ഈ റോഡിന്റെ നവീകരണത്തിനായി തുക അനുവദിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷയെന്നും എം.എൽ.എ. പറഞ്ഞു. ഒത്തിരി ഫണ്ട് ആവശ്യം വരുന്നതാണ്. അപ്പോൾ നേരത്തെ ചീഫ് സെക്രട്ടറി ശ്രീമതി ശാരദ മുരളി നേരിട്ട് ഈ സ്ഥലം സന്ദർശിച്ചിരുന്നു. റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവിൽ ഭാഗമായിട്ട് ഫണ്ട് അനുവദിക്കാമെന്ന് നേരത്തെ ഉറപ്പ് നൽകിയിരുന്നു. അപ്പോൾ അതിലേക്ക് ഫണ്ട് അനുവദിച്ചിട്ടില്ല, അനുവദിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ് ഇപ്പോൾ മറ്റ് റോഡുകൾ തകർന്നു കിടക്കുന്ന മറ്റ് റോഡുകളുടെ പുനരുദ്ധാരണത്തിന് വേണ്ടി 18.85 കോടി രൂപ നിലവിൽ അനുവദിച്ചു. ഒന്ന് കോവിലൂർ ഒറ്റമറം പഴത്തോട്ടം ജംഗ്ഷന് വേണ്ടി 7.53 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. നിലവിൽ എം.എൽ.എയുടെ ഫണ്ടായിട്ട് ഒരു 95 ലക്ഷം രൂപ ആസ്തി വികസനത്തിൽ നിന്ന് അനുവദിച്ചിട്ടുണ്ട്. അതിൻ്റെ വർക്കുകളും ആരംഭിക്കുന്നു. അതോടൊപ്പം ഇപ്പോൾ പഴത്തോട്ടം ജംഗ്ഷൻ ചെലന്തിയാർ ജംഗ്ഷൻ 8.61 കോടി രൂപ നേരത്തെ ബജറ്റ് വർക്കായിട്ടുള്ള 5 കോടി രൂപ ആ റോഡിന് വേണ്ടി അനുവദിച്ച് അതിൻ്റെയും വർക്കുകൾ ആരംഭിക്കാൻ പോവുകയാണ്. അതോടൊപ്പം ഇപ്പോൾ 8.61 കോടി രൂപ അനുവദിച്ചു. അതുപോലെ ചെലന്തിയാർ ജംഗ്ഷൻ ചെലന്തിയാർ വാട്ടർഫോൾസ് റോഡ് ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ വട്ടവടയിലേക്ക് എത്തിച്ചേരുന്ന ആളുകൾ ഈ വാട്ടർഫോൾസ് കാണാൻ വേണ്ടി പോകുന്നുണ്ട്. ആ റോഡും നന്നാക്കുന്നതിന് വേണ്ടി 2.71 കോടി രൂപ കേരള റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവിന്റെ ഭാഗമായി ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ട്.